MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ ബ്രേക്ക്ഫാസ്റ്റായും അതുപോലെ സ്നാക്കായിട്ടുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയ ഒരു അപ്പം ഉണ്ടാക്കാം. ഇതിനായി 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി കുതിരാനായി വെക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുതിർത്തിയെടുക്കാം. 5 മണിക്കൂറോളം ഇത് കുതിരാനായി വെക്കണം. ഇപ്പോൾ അരി നന്നായി കുതിർന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം ഊറ്റിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞതും ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ മൊത്തം 1.25 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നല്ല സ്മൂത്തായിട്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും, 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും, 1/4 കപ്പ് തക്കാളി അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം അരിഞ്ഞതും, 2 പച്ചമുളക് അരിഞ്ഞതും, കുറച്ച് മല്ലിയിലയും, 1/2 ടീസ്പൂൺ നല്ല ജീരകവും, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസൊക്കെ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട. ഉടനെ തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം. ഞാനൊരു അപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഒഴിക്കാൻ. ഇതിന് മുകളിലായി കുറച്ച് ക്യാരറ്റും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നാൽ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് 2-3 മിനിറ്റ് കൂടി വേവിക്കണം. മറിച്ചിടുമ്പോൾ വേണമെങ്കിൽ ഇതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ അപ്പവും ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു അപ്പമാണിത്. കറിയില്ലാതെയും അതുപോലെ കറി കൂട്ടി കഴിക്കാനുമൊക്കെ നല്ല ടേസ്റ്റാണിത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അപ്പത്തിൻ്റെ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു.